സന്ദർഭങ്ങൾ വരുമ്പോ, ഹബീബിന്റെ നബിദിന ആഘോഷങ്ങൾ വരുമ്പോ അത് ബിദ്അത്താണ്, വേണ്ടാത്തതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും മുഴുവൻ കേൾക്കാതെ ക്ലിപ്പുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും പ്രചരിപ്പിക്കുന്ന ആളുകളെ ഒന്ന് കേൾക്കണമേ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് ഈ സ്നേഹവും അനുരാഗവും കൊണ്ടു നടന്ന സ്വഹാബിമാർ അതിരുകളില്ലാതെ ഹബീബിനെ സ്നേഹിക്കുകയായിരുന്നു. ഹബീബിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, നിബിധങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകള് ഇത് മാത്രമാണ്, അത് ഇത്തിബാ ചെയ്യൽ മാത്രമാണ് എന്നതിനെ വ്യാഖ്യാനിക്കുന്നവരറിയണം സ്വഹാബിമാർ അതൊക്കെ ചെയ്തതിന്റെ പുറമെയാണ് ഹബീബെ അങ്ങയെ കാണണം, ഞങ്ങൾക്ക് കാണണം, എപ്പോഴും കാണണം, നാളെ സ്വർഗത്തിലും കാണണം. അങ്ങനെ കാണാതെ വരുമോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ മെലിയാൻ തുടങ്ങി നബിയെ, സങ്കടം കൊണ്ട് മെലിയുകയാണെന്ന് ഹബീബായ നബിയോട് അതിരുകളില്ലാത്ത ആ അനന്തമായ സ്നേഹസാഗരം ഹബീബിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ വഹയിന്റെ വെളിച്ചം വേണ്ടി വന്നു ഈ സ്നേഹത്തിന് മറുപടി പറയാൻ. ഹബീബ് എന്ത് മറുപടി പറയാൻ? സല്ലല്ലാഹു അലൈഹി വസല്ലം നസലൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം, മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുകയാണ്. ഓതിക്കൊടുക്കു നബിയേ, നാളെ സ്വർഗലോകത്ത് വരുമ്പോ അങ്ങയെ വന്ന് കാണാൻ എനിക്കാവുമോ എന്ന് പേടിച്ച്, നാളെ സ്വർഗത്തിൽ ഞാൻ താഴെയും അങ്ങ് മീതയുമാകുമ്പോ അങ്ങ് എങ്ങനെയാണ് ഞാൻ വന്ന് കാണുക എന്ന് ചിന്തിക്കുന്ന അങ്ങയുടെ സ്വഹാബിയായ തൗബാൻ എന്നവരോടും അങ്ങയെ കാണാൻ കൊതിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളോടും മുഹിബ്ബീങ്ങളോടും പറയണേ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ താഴെയല്ല, അവര് പ്രവാചകന്മാരുടെ കൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, അള്ളാഹു നമുക്കിതിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് ആകാശലോകത്ത് നിന്ന് ഏതൊരു പുണ്യപ്രവാചകൻ അള്ളാഹു ഇറക്കിക്കൊടുത്ത റിസാലത്താണോ, ദിവ്യബോധനമാണോ, ആ ഇസ്ലാം അതിന്റെ ജീവിത ബന്ധാവാൻ. എനിക്കിഷ്ടമായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം, ഞാൻ ഇഷ്ടപ്പെടാത്തത് അള്ളാഹു അവൻ വെറുക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ഇഷ്ടം അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടമാണ്, എന്റെ അനിഷ്ടം അള്ളാഹുവിന്റെയും റസൂലിന്റെയും അനിഷ്ടമാണ്. എനിക്ക് വേണ്ട അവർക്ക് വേണ്ടാത്തത്, അവർക്ക് വേണ്ടതേ എനിക്ക് വേണ്ടൂ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ നമ്മുടെ ഈമാൻ ഉയർന്നു പോയാൽ നബിയേ തൗബാൻ എന്നവരോട് പറഞ്ഞു കൊടുക്കൂ, ഫഉലൈക, അത്തരം ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തവരുടെ കൂടെയാണ്. മിനൻ നബിയീൻ, ആരൊക്കെയാണവർ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സച്ചരിതരായ ആളുകൾ, വസ്സുഹദാഇ വസ്സാലിഹീൻ, അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്തവർ, സജ്ജനങ്ങളും സദ്വൃത്തരുമായ ആളുകൾ. വഹസുന ഉലൈക റഫീഖാ, അവരെക്കാളും നല്ല കൂട്ടുകാര് പിന്നെ ആരുണ്ട് വേറെ? അവരുടെ കൂടെയാണ്. അവർക്കെന്നും ഹബീബിനെ കാണാൻ കഴിയും. അവരെ താഴെ തട്ടിലല്ല, അവര് ഹബീബിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞോളൂ നബിയെ. ആ സുഹാബിയുടെ മനസ്സിന് ആശ്വാസമാവട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന് അള്ളാഹു നൽകിയ മറുപടിയാണ് ഈ വിശുദ്ധമായ ആയത്ത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരാഗ്രഹം ജനിക്കണം. ഇതുവരെ ഇല്ലെങ്കിൽ ഈ സെക്കൻഡ് മുതൽ ഉണ്ടാകണം. ഞാൻ എന്തിന് ജീവിച്ചു മരിക്കണം? എന്റെ മരണം അള്ളാഹുവേ നിന്നെ കാണാനുള്ള യാത്രയുടെ തുടക്കമാണ്. എന്റെ മരണം എന്റെ ഹബീബിനെ കാണാനുള്ള യാത്രയുടെ ആരംഭമാണ്. മരണം സുനിശ്ചിതമാണല്ലോ.
നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പോലും മരണം സംഭവിക്കും. മരണം അല്ലാഹു ചെയ്ത അനിവാര്യതയാണ്. എന്നാൽ ഞാൻ മരിക്കുന്നത് എൻ്റെ മെഹബൂബായ അല്ലാഹുവിനെ കാണാൻ, എൻ്റെ മെഹബൂബായ അഷ്റഫുൽ ഖൽഖിനെ കാണാൻ എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതം എന്നത് വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും ബിസിനസ് ഉണ്ടാക്കി ഒരുപാട് കാശുണ്ടാക്കി വെക്കാൻ ഇതിനല്ലല്ലോ ജീവിതം. ജീവിതം എന്നത് അതിന് പുണ്യമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ തിരിച്ചറിയണം. ഓരോ മട്ടലിലും ഓരോ ഇലയിലും ഓരോ ജലത്തിന്റെ തുള്ളിയിലും മഴത്തുള്ളിയിലും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ സ്പർശം കാണാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ലോകത്ത് എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നാലും എത്ര വലിയ ഇൻവെൻഷൻസ് നടന്നാലും അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ ഇതിനേക്കാളൊക്കെ വലുതാണ്. അല്ലാഹുവേ, മനുഷ്യന്റെ കഴിവുകൾ നീ തന്ന കഴിവുകളെ കൊണ്ട് അവരുണ്ടാക്കിയത്. എന്നാൽ ഇവർക്ക് ഈ കഴിവുകളെല്ലാം നൽകിയവനെ, നീ ഏറ്റവും വലിയവനാണ്. നീ സ്തുതി അർഹിക്കുന്നവൻ നീ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബ്ബേ നീ. ഇത് നമ്മുടെ മക്കളെ കാണുമ്പോൾ മാത്രമല്ല, ഓരോ കല്ല് കാണുമ്പോഴും, ഒരു ചെടി കാണുമ്പോഴും, ഒരു ജീവിയെ കാണുമ്പോ, സഹജീവികളെ കാണുമ്പോ, ആകാശത്തേക്ക് നോക്കുമ്പോ, താരസമൂഹങ്ങളെ കാണുമ്പോ, മേഘങ്ങളെ കാണുമ്പോ, പക്ഷികളെ കാണുമ്പോ, സസ്യലതാദികളെ കാണുമ്പോ, മത്സ്യം കാണുമ്പോ, നല്ല നല്ല കൊച്ചു കൊച്ചു പ്രാണികളെ കാണുമ്പോഴടക്കം ഇതെല്ലാം എൻ്റെ രക്ഷിതാവിന്റെ സൃഷ്ടിയാണ്, ഇതെന്റെ പടച്ചവന്റെ സൃഷ്ടിയാണ് എന്ന് അല്ലാഹുവിനെ ധ്യാനിക്കുവാനും ഓർക്കുവാനും അതിനാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചതു തന്നെ. എന്നാൽ ഇപ്പോ നമ്മൾ അതുമാത്രം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ വിഷയത്തിലാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ പെൻഷൻ ഇത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചാൽ മതി. ആ പരിശ്രമങ്ങൾ ഞാൻ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് അല്ലാഹു ഏറ്റെടുത്ത വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. എന്റെ മകന്റെ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടുമോ? കിട്ടുമെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? എത്രയായിരിക്കും അവന്റെ ഇൻകം? എന്തായിരിക്കും അവന്റെ വരുമാനം? നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, നമ്മുടെ വരുമാനം ഇത് അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. ആരാണോ താരസമൂഹങ്ങളെ ആകാശലോകത്ത് ഉയർത്തി വെച്ചത്, ആരാണോ ഗാലക്സികളെ പടച്ചത്, ആരാണോ കോൺസ്റ്റലേഷൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്, ആ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഖസമുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ, നിങ്ങളുടെ സംസാരം നിങ്ങൾ എങ്ങനെ സത്യമായി നിങ്ങൾക്ക് ബോധിക്കുന്നുവോ അതിലേറെ സത്യമാണ് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ജോലി ഇത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങളെ പറഞ്ഞേച്ച് എന്തിനാണെന്നറിയുമോ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ചിന്തകളെ കൊണ്ട് നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണം, എനിക്ക് വഴിപ്പെടേണ്ടവരാണ് നിങ്ങൾ. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളല്ല. സയൻസ് അല്ല നിങ്ങളെ പടച്ചത്, നിങ്ങളുടെ വാപ്പയും ഉമ്മയും അല്ല നിങ്ങളെ പടച്ചത്. അവർ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞായി വളർത്തിയത് ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങളെ വളർത്തിയത്? അല്ല, അത് അല്ലാഹുവാണ്. ആ എനിക്ക് നിങ്ങൾ ആരാധന ചെയ്യണേ എന്ന് റബ്ബ് തആല പറയുമ്പോ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. ഹബീബായ നബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വ ഇന്ന അശദ്ദ ഉമ്മതി ഹുബ്ബൻ ലീ. എന്നോട് ഏറ്റവും സ്നേഹമുള്ള മുഹിബ്ബീങ്ങൾ ആരാണെന്നറിയുമോ? പുണ്യനബി ചോദിച്ചിരിക്കുകയാണ്. ആരാണ് ഹബീബിനോട് ഏറ്റവും സ്നേഹമുള്ളവര്? ആരാണ്? ഹബീബിന്റെ മറുപടി എന്താണെന്നറിയോ? വരാൻ പോകുന്ന ആളുകൾ യവദ്ദു അഹദുഹും ലൗ യറാനി ബിഅഹ്ലിഹി വമാലിഹി വവലദിഹി. പിൽക്കാലത്ത് വരുന്ന ആളുകൾ എന്നെ കാണാൻ അവർ കൊതിക്കും,
എങ്ങാനും അവരുടെ മക്കളെ തന്നാൽ, അവരുടെ ഭാര്യയെ, അവരുടെ ഭർത്താവിനെ, അവരുടെ സമ്പത്ത് ഇത് മുഴുവൻ കൊടുത്താൽ എന്നെ കാണാൻ പറ്റുമെന്നവരറിഞ്ഞാൽ, എല്ലാം കൊടുത്തിട്ടെങ്കിലും എന്നെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്ന ഉമ്മത്തികൾ എന്റെ പിൻഗാമികളിൽ വരാനുണ്ട്. അവരാണ് എന്റെ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങളെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുഹിബ്ബുകളാവാൻ ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അല്ലാഹു ആ ഹുബ്ബ് നിറച്ചു തന്നില്ലെങ്കിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടോ? ആ ഹുബ്ബില്ലെങ്കിൽ ദീനിന്റെ വെളിച്ചമുണ്ടോ? ആരാധനക്ക് മധുരമുണ്ടോ? നിസ്കാരത്തിന് മധുരമുണ്ടോ? നോമ്പിന് മധുരമുണ്ടോ? ഖുർആൻ ഓതുന്നതിന് മധുരമറിയുമോ? ഹബീബിനോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹം ഖൽബിലില്ലെങ്കിൽ കേവലം ഒരു ചടങ്ങായി മാറില്ലയോ അത്? നിങ്ങൾ ഓതുന്ന വരികൾ ഇത് എന്റെ റഹ്മാനായ റബ്ബ്, എന്റെ ഹബീബായ നബിതങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാസിതയിലൂടെ ഇറക്കി കൊടുത്ത എന്റെ റബ്ബിന്റെ വാക്കുകളാണ് ഞാൻ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതെന്റെ റബ്ബിന്റെ വാക്കുകളാണ്. ഒരു മെഹബൂബിന്റെ ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാറില്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വോയിസ് കേൾക്കുമ്പോൾ എത്ര നമ്മുടെ മനസ്സ് കുളിർക്കാറുണ്ട്. എന്റെ റബ്ബിന്റെ വാക്കുകളാണിത്, എന്റെ മെഹബൂബിന്റെ വാക്കുകളാണ്, എന്റെ മെഹബൂബിന്റെ വചനങ്ങളാണ് ഞാൻ ഓതുന്നതെന്ന് ഖുർആൻ ഓതുമ്പോൾ ഒരു ആനന്ദം നമുക്ക് തോന്നാറുണ്ടോ? ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ കാരണം ഖൽബിൽ ഹുബ്ബ് നിറയാത്തത് കൊണ്ടാണ്. ഹുബ്ബൻ ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ഖൽബ് കൊണ്ട് സ്നേഹം വേണം. സ്നേഹം കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അല്ലാഹു ദീനിനെ. ദീൻ സ്നേഹമാണ്, എല്ലാവരോടുമുള്ള ഗുണകാംക്ഷയാണ്, എല്ലാവരോടുമുള്ള സ്നേഹമാണ്. അഹിബ്ബുല്ലാഹ ലിമാ യഗ്ദൂകും ബിഹി മിൻ നിഅമിഹി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി ചെയ്യണമേ, അല്ലാഹുവിനെ സ്നേഹിക്കണമേ. അവനാണ് നിങ്ങൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് നടന്നു പോകാൻ സൗകര്യം ചെയ്തത്, അവനാണ് നിങ്ങൾക്ക് ശരീരം തന്നത്. നിങ്ങളുടെ ഹെയർ സ്റ്റൈലും നിങ്ങളുടെ ശരീരവും എല്ലാം ഒരുക്കി തന്നത് അല്ലാഹു അല്ലയോ? പടച്ച തമ്പുരാനല്ലയോ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കുന്നത്? അല്ലാഹുവിന്റെ നിയന്ത്രണമല്ലേ നിങ്ങളുടെ കിഡ്നിയും ലിവറും ലങ്സുകളും നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? സർവശക്തനായ റബ്ബിന്റെ നിയന്ത്രണം കൊണ്ടല്ലേ? ഭക്ഷണം വായിലേക്ക് വെക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിയൂ? ആ ഭക്ഷണത്തെ ഫാറ്റും അതിന്റെ മിനറൽസും പ്രോട്ടീൻസുമായി വേർതിരിക്കാനും വേസ്റ്റുകളായി തള്ളിക്കളയാനും ബ്ലഡിന് ആവശ്യമായത് ബ്ലഡിലേക്ക് കടത്തിവിടാനും നിങ്ങളാണോ ചെയ്യുന്നത്? അതല്ല മറ്റൊരാളാണോ? ആ മറ്റൊരാൾ അല്ലാഹു അല്ലാതെ ആരാണ് ചെയ്യുന്നത്? അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കണം. അവനാണ് നിങ്ങളെ ശരീരത്തെ വളർത്തുന്നത്, അവനാണ് നിങ്ങൾക്ക് അവസരങ്ങൾ തന്നത്, അവനാണ് നിങ്ങൾക്ക് കുടുംബം തന്നത്, അവനാണ് നിങ്ങൾക്ക് മാതാപിതാക്കളെ നൽകിയത്, അവനാണ് മൂക്ക് നിങ്ങൾക്ക് സൃഷ്ടിച്ചതോടുകൂടെ ശ്വസിക്കാൻ ഓക്സിജൻ തന്നത്, അവനാണ് വിശപ്പും ദാഹവും സൃഷ്ടിച്ചപ്പോ ഭക്ഷണവും പാനീയവും തന്നത്. അഹിബ്ബുല്ലാഹ്, പുണ്യനബി പറയുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. പടച്ചതമ്പുരാനൊരു എന്തോ ഭീകരനാണ് എന്ന് പറഞ്ഞ് പടച്ചവനെ നിങ്ങൾ പേടിയോടുകൂടെ മാത്രമല്ല കാണേണ്ടത്, അല്ലാഹുവിനെ സ്നേഹിക്കണം. നമ്മള് റബ്ബിനെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനോട് ഇഷ്ടം തോന്നാറുണ്ടോ? എന്റെ മെഹബൂബാണ് അല്ലാഹു. ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഇടമാണ് മസ്ജിദ്. എന്റെ മുസല്ലയിൽ ഞാൻ തലവെച്ച് സുജൂദ് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും അടുത്ത മെഹബൂബിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ്, സുജൂദിൽ കിടക്കുമ്പോഴാണത്രേ അല്ലാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. സുജൂദ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മെഹബൂബുമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന്? അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഖൽബിനുള്ളിൽ ഈമാനിന്റെ മഹബ്ബത്തിന്റെ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ, അല്ലാഹു ഖൽബിൽ മഹബ്ബത്ത് നൽകട്ടെ. ആരാധനക്ക് മധുരമുണ്ട്, സ്വലാത്തിന് മധുരമുണ്ട്, ദിക്റുകൾക്ക് മധുരമുണ്ട്. ആ മധുരമറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഴ പെയ്യുന്നുണ്ടല്ലേ? പന്തൽ സൗകര്യമില്ലാത്തിടത്ത് പെണ്ണുങ്ങൾക്ക് സൗകര്യമുണ്ടോ? ഉണ്ടല്ലേ? പന്തലൊക്കെ ഇട്ട സ്ഥിതിക്ക് ഒരു മഴ ചെറുതായിട്ട് പെയ്തു പോകാതിരുന്നാലും മുതലാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മുടെ ഈ സ്റ്റേജിന്റെ ഇടത് ഭാഗത്ത് ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ
ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ ഏകദേശമായി കഴിഞ്ഞു. അപ്പോൾ ഒരു 3 സ്വലാത്ത് ചൊല്ലാം. ഒന്ന് എഴുന്നേറ്റോളൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ മഴ നമുക്കൊരു ബുദ്ധിമുട്ടാവരുത്. അല്ലാഹുവിനോട് ചെറിയൊരു അപേക്ഷ നമ്മൾ അപേക്ഷിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച്. ഈ മഴയെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമേ. ഈ പ്രദേശത്തെ ഒന്ന് ഈ കുറച്ചു നേരത്തേക്ക് ഒന്ന് ഒഴിവാക്കി തരയണമേ. അങ്ങനെ ഇതുവർക്കാവും. മഴ വേണ്ട എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്യേണ്ട അദബതാണ്. കുറച്ചോനെ ഞങ്ങൾക്ക് മഴ വേണ്ട അത് പറയരുത്. ഈ മഴയെ ഒരൽപ്പനേരത്തേക്ക് ചുറ്റുവട്ടത്തേക്കും കൊടുക്കണമേ. മദീനയിൽ മഴ വന്ന് തിമർത്ത് പെയ്തപ്പോൾ നിബിതങ്ങൾ ആകാശത്തൊരു വട്ടം വരച്ചു കൈകൊണ്ട്. എന്നിട്ട് നിബിതങ്ങൾ ഒരു പ്രാർത്ഥന ചെയ്തു. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പ്രാർത്ഥനയിൽ നിബിതങ്ങൾ ആകാശത്ത് വട്ടം വരച്ചിടത്തേക്ക് ആ മേഘം നീങ്ങിപ്പോയി എന്നാണ്. നമുക്കൊക്കെ ഒരുമിച്ചങ്ങ് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ. നമ്മൾ അള്ളാഹുവിനോടാ പറയണത്. കൽബിൽ വെറുതെ ഒരു വായുവിൽ എംറ്റി സ്പേസിലല്ല നമ്മളീ പറയണത്. നമ്മുടെ മെല്ലെ പറയുന്നതും ഉറക്കെ പറയുന്നതും കേൾക്കുന്നവനായ അള്ളാഹു ഇത് കേൾക്കുന്നുണ്ട് എന്ന ബോധത്തിൽ തന്നെ പറയും. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി والجبال والضراب ومنابت الشجر وبطون الأودية. രണ്ട് പ്രാവശ്യം കൂടെ. اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب ومنابت الشجر وبطون الأودية. اللهم حوالينا ولا علينا اللهم على الآكام والجبال والضراب ومنابت الشجر وبطون الأودية. اللهم حوالينا اللهم على الآكام والجبال والضراب اللهم اللهم അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസ്സലാമു അലൈക്കും. എല്ലാവരും ആ പുറത്ത് നനയാതെ, ഇവിടെ നല്ല സ്ഥലമുണ്ട്, ഇങ്ങോട്ട് മാറി നിന്നാൽ നനയാതെ നിൽക്കാൻ നല്ല സൗകര്യമുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് മാറി നിൽക്കുക, സ്ഥലമുണ്ട്. ഉള്ള സ്ഥലങ്ങൾ ഇവിടെ വഴി കൊടുക്കുക, മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ സ്ഥലമുണ്ട്, ഇരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു അറാബി ഓടി വന്നു. ജുമുഅ നിർവഹിക്കുന്ന ഹബീബായ നബി തങ്ങളോട് വന്നൊരു പരാതി. യാ റസൂലല്ലാഹ്, നബിയേ, ഹലകത്തിൽ മവാഷി, ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ് നബിയേ. ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല നബിയേ, കൃഷിയില്ല. ഉമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും ഉമ്മമാർക്ക് പാലില്ല. ഹബീബായ നബിയേ, ഞങ്ങൾ നശിച്ചു പോകുമോ, മരിച്ചു പോകുമോ? ഞങ്ങൾക്ക് മഴ വേണം, മഴ വേണം എന്ന് ഹബീബിനോട് പരാതി പറഞ്ഞ സുഹാബിയുടെ ചരിത്രം വിശുദ്ധമായ ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്.
ഹബീബായ നബിയോട് ശിക്കായത്ത് പറഞ്ഞാൽ ബിദ്അത്താണെന്ന് പറയുന്ന സാധുവായ സഹോദരാ ഒന്നറിയണമേ. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു അലൽ ഖതാ غير حسر وعداد لك أشكو فيه يا سيدي خير النبي. ഇത് ചൊല്ലിയാൽ ബിദ്അത്താകുമത്രേ. അസ്തഗ്ഫിറുല്ലാഹ്. പുന്നാര നബിയെ, അങ്ങയോട് ഞങ്ങൾ പരാതി പറയുന്നു നബിയെ, ഞങ്ങൾ പാപികളാണ്. ഹബീബിനോടല്ലാതെ ആരോടാ പരാതി പറയാനുള്ളത്? സ്വഹാബിമാർ എത്രയാണ് ഹബീബിനോട് പരാതി പറഞ്ഞത്? ശക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തൽ മതർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ ഹസനായി സ്വഹീഹായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത റിവായത്തുകളാണ്. ജനങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു. ഒരു കുഴപ്പമില്ല, ഹബീബിനോടല്ലേ പരാതി പറയാൻ പറ്റും? അള്ളാഹുവിനോട് പരാതി പറയാം, ഹബീബായ നബി തങ്ങളോടും പരാതി പറയാം. റബ്ബ് തആലയാണ്, അള്ളാഹുവാണ് കാര്യം നിയന്ത്രിക്കുന്നത്. എന്നാൽ പരാതി ബോധിപ്പിക്കാൻ വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. ഹബീബായ നബി ഞങ്ങളോട് മഴ വേണം നബിയെ, ഞങ്ങൾക്ക് മഴ വേണമെന്ന് സ്വഹാബിമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുമ്മ അഗ്സിനാ അല്ലാഹുമ്മ അഗ്സിനാ അല്ലാഹുമ്മ അഗ്സിനാ, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം എന്ന് ഹബീബായ നബി അല്ലാഹുവിനോട് മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ വമാ ഫിസ് സമാഇ ഖുസ്ഹതു സഹാബിൻ, മേഘത്തിന്റെ ഒരു പടലം പോലും അന്ന് ആകാശത്തില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഓപ്പൺ സ്കൈ കാണുന്നുണ്ട്, ഒരു മേഘത്തിന്റെ പടലം പോലും ഇല്ല. ആ ദുആ അങ്ങ് നിർത്തിക്കഴിഞ്ഞപ്പോഴേക്കും മേഘങ്ങൾ കുമിഞ്ഞുകൂടുകയായി, ആകാശം ഇരുളുകയായി, മേഘം ഒരുമിച്ച് കൂടുന്നു, തണ്ടർ വരുന്നു, ലൈറ്റനിങ് വരുന്നു, മഴ പെയ്യാൻ തുടങ്ങുന്നു. ഞങ്ങൾ ജുമുഅ നിസ്കരിച്ചത് ചളിവെള്ളത്തിൽ തലവെച്ചുകൊണ്ടാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, അതേ ഹബീബ് അടുത്ത ആഴ്ച ഖുതുബ നിർവഹിക്കുമ്പോഴാണ് ഇതേ മനുഷ്യൻ വന്ന് പറയുന്നത്, നബിയേ, മഴയുടെ ബാഹുല്യം കൊണ്ട് ഞങ്ങൾക്ക് നാശം സംഭവിക്കുമോ എന്ന് പേടിക്കുന്നു, മൃഗങ്ങൾ ഒലിച്ചു പോവുകയാണ്, ഞങ്ങളുടെ വീടുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്നു, ഞങ്ങൾക്ക് മഴ മതി നബിയേ, ഞങ്ങൾക്ക് മഴ മതി. ഇത് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി മദീനക്ക് ചുറ്റും ഒരു വട്ടം വരച്ചു. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും മഴയെ കൊണ്ടുപോകണമേ, ഞങ്ങൾക്ക് ഉപദ്രവമായി മഴ വേണ്ട റബ്ബേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാൽ, പർവ്വതങ്ങളിലേക്ക്, കാടുകളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് അല്ലാഹുവേ മഴ കൊടുക്കണമേ. വദ്ദിറാബ്, കാടുകളിലേക്ക്, കുറ്റിച്ചെടികളിലേക്ക്, ഞങ്ങൾക്ക് മദീനയുടെ പരിസരങ്ങളിൽ നിന്ന് മഴയെ നീ തിരിച്ചു കൊണ്ടുപോകണമേ, ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് എന്ന് ഹബീബാ നബി കൈകൊണ്ട് വട്ടം വരച്ച പോലെ ആകാശത്തുനിന്നും മേഘങ്ങൾ മാറി നിന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടവരാണ് എന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധം നടക്കുകയാണ്. ആ തബൂക്കിലേക്ക് മദീനയിൽ നിന്ന് 600-700 കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ ആ യാത്ര പോയത് ജയ്ഷുൽ ഉസ്റ, സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ, വളരെ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തെ സൈന്യമെന്നാണ് തബൂക്കിന്റെ സൈന്യത്തിന്റെ പേര് തന്നെ. ജയ്ഷുൽ ഉസ്റ, the army of difficulty, പ്രയാസമുള്ള സമയത്തുണ്ടായ സൈന്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ജൂലൈ മാസത്തിലാണ്, ചൂടുള്ള സമയത്താണ് തബൂക്ക് ഉണ്ടാകുന്നത്, തബൂക്ക് യുദ്ധം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം സംബന്ധിച്ച യുദ്ധമാണ് തബൂക്ക്. ഹബീബായ നബി തങ്ങൾ തബൂക്കിലേക്ക് എത്താറായിട്ടുണ്ട്. സ്വഹാബിമാരൊക്കെ കൂടെയുണ്ട്. ആ ഇടയിലാണ് ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കാണാതെയായത്. സ്വഹാബിമാരും നബി തങ്ങളും ക്യാമ്പ് ചെയ്ത് തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. മദീനയിൽ നിന്ന് പോകണം തബൂക്കിലേക്ക്. തബൂക്കിൽ പോയ ആൾക്കാരുണ്ടാവും, ഞാൻ പോയിരുന്നു. ഹബീബായ നബി തങ്ങളുടെ ആ ഒരു സൈന്യം ക്യാമ്പ് ചെയ്ത സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി
സ്വഹാബികളോട് പറയുന്നു, നമ്മൾ അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദർ എത്തിയിട്ടില്ല നബിയെ. അദ്ദേഹത്തിന്റെ ഒട്ടകം വളരെ സ്ലോ ആയിരുന്നു, മെല്ലെയാ പോകുന്നത്. പുണ്യനബി തങ്ങൾ സാധാരണഗതിയിൽ യാത്ര പോകുമ്പോ ആരെങ്കിലും കൂടുതൽ വൈകിപ്പോയാൽ തങ്ങൾ പറയും, നമ്മൾ യാത്ര തുടരുകയാണ്, ആ മനുഷ്യനിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അയാൾ നമ്മുടെ കൂടെ എത്തിച്ചേരും, ഇല്ലെങ്കിൽ കാത്തിരിക്കേണ്ട, അയാൾ ഖൈറില്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്ന നബി തങ്ങൾ അന്ന് പറഞ്ഞു, അബൂദർ വന്നിട്ടേ നമ്മൾ പോകുന്നത്, അബൂദർ വരണം, അബൂദറിനെ കാത്തിരിക്കാം. അബൂദർ റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ക്ഷീണിച്ച ഒട്ടകപ്പുറത്ത് ദൂരെ നിന്ന് മരുഭൂമിയുടെ അങ്ങറ്റത്ത് പ്രത്യക്ഷനായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കുൻ അബൂദർ, കുൻ അബൂദർ, കുൻ അബൂദർ, ഇത് അബൂദർ ആവണേ, അബൂദർ ആവണേ, ഇത് അബൂദർ ആവണേ. നബി തങ്ങൾ പറഞ്ഞ പോലെ ആ വന്നത് അബൂദർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ആ മഹാനെ നോക്കിയാണ് നബി തങ്ങൾ പറഞ്ഞത്, യംശി വഹദ ويعيش وحده ويموت وحده ويحشر وحده. അബൂദറിനെ കുറിച്ച് അറിയണോ? അദ്ദേഹം ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് നാളെ എല്ലാവരും കാണെ, അല്ലാഹു ഒറ്റക്ക് അവർക്ക് പുനർജന്മം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ഹബീബായ നബിയുടെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും കഴിഞ്ഞ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയം മഹാനവറുകൾ റബ്ദയിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായത്. ഒന്നുകൊണ്ടുമല്ല, ജനങ്ങളുടെ കയ്യിൽ അന്നത്തെ ദിവസം വൈകുന്നേരം കീശയിൽ കണ്ടാൽ മഹാനവറുകൾ ആ പൈസ എടുത്തിട്ട് അടിക്കും. എന്നിട്ട് പറയും, നാളെ ജീവിക്കുമോ എന്ന് അറിയാത്ത നീ ഇന്നത്തെ ദിവസത്തിന്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി കാശ് ധർമ്മം ചെയ്യാതെ, ദാനം ചെയ്യാതെ കീശയിൽ വെച്ച് നടക്കുകയാണോ? എന്ത് സേവിങ് എന്ന് ചിന്തിച്ചിരുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഈമാൻ അത്രക്ക് വലുതായിരുന്നു. സ്വഹാബിമാര് പരാതി പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്, അമീറുൽ മുഅ്മിനീനെ, അബൂദർ ഗിഫാരിയെ പോലെ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുമോ? കയ്യിൽ കാശ് കീശയിൽ കണ്ടാൽ പിന്നെ അടിയാൻ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. എടുക്കാത്തവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് അടിക്കും. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അബൂദറേ, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല, കാരണം നിങ്ങളെപ്പോലെ ഈമാനുള്ളവരല്ല ഈ ജനറേഷൻ. അതുകൊണ്ട് അബൂദറേ, നിങ്ങൾ റബ്ദയിലേക്ക് പോകണം. റബ്ദയിലേക്ക് നാട് കടത്തി. അവിടൊക്കെ ഒറ്റക്കാ താമസിച്ചത്. മുകളിൽ ഒരു ആടിനെയും കൊണ്ട് ആടിന്റെ പാല് കുടിച്ച് ഒരു കൂരയുണ്ടാക്കി ആ കൂരയിൽ ഒരു മലമുകളിൽ താമസിച്ച അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ആ വാക്കുകളാണ് പുലർന്നത്. ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും. ഒറ്റക്കാണ് മരിക്കുന്നത്. മരണമാസന്നമായപ്പോ മക്കൾ പറഞ്ഞു, ഉപ്പാ, നിങ്ങളുടെ ജനാസ മറവ് ചെയ്യാൻ ഒരു കഫംപട പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ 3 പെൺമക്കൾ എന്തു ചെയ്യും അങ്ങയുടെ ജനാസയും കൊണ്ട്? മക്കളെ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസയും എടുത്ത് നിങ്ങൾ ഈ മലയുടെ താഴ്വാരത്തേക്ക് പോയി നിൽക്കണം. ആ വഴിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ വരും. അവരോട് പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഹാബിയുടെ മയ്യിത്താണ്, ഇത് പറഞ്ഞാൽ അവർ വേണ്ടതെനിക്ക് ചെയ്തു തരും, നിങ്ങൾ പേടിക്കണ്ട. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുകയാണ്. വല്ലാത്തൊരു ജീവിതം. തബൂക്കിലെ ആ ഒരു അനുഭവത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും. നാളെ അല്ലാഹു അവർക്ക് പ്രത്യേകമായ ഒരു പുനർജന്മം. റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബികളിലെ പ്രഗൽഭനായ ഒരു ഗോത്രത്തിന്റെ നേതാവാണിത്. ആ 3 പെൺമക്കളും ഉപ്പയുടെ മയ്യത്തും എടുത്ത് ആ മലയിറങ്ങി കല്ലുകൾ താണ്ടി കടന്ന് താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് ഒരു വഴിയിൽ അവിടെ വെച്ചു. 3 മക്കളും കാത്തിരിക്കുകയാണ് വാപ്പ പറഞ്ഞ വാക്ക് പുലരാൻ. അവർക്കറിയാം ഇത് ഹബീബിൽ നിന്ന് വെളിച്ചം കിട്ടിയ സ്വഹാബിയാണ്. അവർ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ആരും കടന്നു പോകാത്തൊരു വഴിയാണത്. ആ വഴിയിലൂടെ ഒരു യാത്രാസംഘം വഴിതെറ്റി വരുന്നുണ്ട്. ആ സംഘം വഴിതെറ്റിയതല്ല, അല്ലാഹു ആ വഴിക്ക് അവരെ കൊണ്ടുവന്നതാണ്. ആ സംഘത്തിലുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ. സ്വഹാബികളിലെ ആലിമീങ്ങളിൽപ്പെട്ട ആലിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 3 പെൺമക്കൾ ഒരു ജനാസയും വെച്ച് ഇരിക്കുന്ന രംഗം കാണുമ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, മക്കളെ, എന്താണിത്? നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ആരാണിത്? അബൂന, ഇത് ഞങ്ങളുടെ ഉപ്പയാണ്. ആരാ
ആരാ നിങ്ങളുടെ ഉപ്പ? സുഹാബിയും മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബികൾപ്പെട്ട സുഹാബിയാണ്. അപ്പോഴേക്കും അവർ താഴെ ഇറങ്ങി, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുന്നു. ആ മൂടിവെച്ച മയ്യത്തിന്റെ മുഖം അവർ തുറന്നു നോക്കുന്നു. സുബ്ഹാനല്ലാഹി വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് അബൂദറുൽ ഗിഫാരിയാണല്ലോ. ആരെക്കുറിച്ചാണോ അന്ന് തബൂക്കിൽ നബി തങ്ങൾ പറഞ്ഞത്? യംശി വഹ്ദഹ വയഈശു വഹ്ദഹ വയമൂതു വഹ്ദഹ വയുഹ്ശറു വഹ്ദഹ. ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്ക് മരിക്കും. ആരാരുമില്ലാതെ ഒറ്റക്ക് തന്നെ അള്ളാഹു എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹത്വത്തോടുകൂടെ അള്ളാഹു ഒറ്റക്ക് പുനർജന്മം നൽകും എന്ന് പറഞ്ഞ സ്വഹാബി അല്ലയോ ഇത്? അവരവിടെ കൂടെയുള്ള വെള്ളമെടുക്കുന്നു, സ്വഹാബിയെ കഫൻ ചെയ്യുന്നു, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, അവിടെ മറവ് ചെയ്യുന്നു. ആ സ്വഹാബിയെ കുറിച്ച് എന്താണോ നബി തങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. തബൂക്കിലേക്ക് യാത്ര തുടരുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ തബൂക്കിൽ വന്നവരാണ്. അവർ പറഞ്ഞു, നബിയേ കുടിക്കാൻ വെള്ളമില്ല, നബിയേ കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഒട്ടകങ്ങളെ ഒന്ന് അറുത്താലോ? ഒട്ടകത്തിന്റെ വയറിനോട് ചേർന്ന് വെള്ളം സൂക്ഷിച്ചു വെക്കുന്നൊരു ബ്ലാഡർ ഉണ്ട്. ആ ബ്ലാഡറിലെ വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കട്ടെയോ? ഇത് പറഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ഓടി വന്ന് പറഞ്ഞു, നബിയേ പറയരുത്, നബിയേ അതേ എന്ന് സമ്മതം കൊടുക്കരുത് നബിയേ. തബൂക്ക് വരെ നമുക്ക് യാത്ര പോകാനുണ്ട്. കാലിൽ കല്ല് തറച്ച്, നഫൂത്ത് മരുഭൂമിയാണത്, നിറയെ വോൾക്കാനിക്കിന്റെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ കല്ലുകളുള്ള സ്ഥലമാണത്. ആ മരുഭൂമിയിൽ കാലിൽ ചെരുപ്പില്ലാതെ ധരിക്കാൻ കഴിയില്ല. സ്വഹാബിമാരിൽ ചെരുപ്പുള്ളവർ വളരെ കുറവാണ്. നബിയെ ഒട്ടകങ്ങളില്ലാതെ നമ്മൾ കാലിൽ മുറിവുമായി തബൂക്കിലെത്തിയാൽ ഒരു യുദ്ധം നടക്കുമ്പോ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും സൈന്യത്തെ? നമ്മൾ തളർന്നു പോവില്ലേ? ഒട്ടകങ്ങളില്ലല്ലോ, എങ്ങനെ തിരിച്ചു പോരും? അതുകൊണ്ട് നബിയെ അല്ലാഹുവിനോട് അങ്ങേക്ക് ദുആ ചെയ്തുകൂടെ നബിയേ? ഞാൻ വിചാരിക്കുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെള്ളമുണ്ടാകാനൊന്ന് ദുആ ചെയ്താൽ അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കും, അതിന് അല്ലാഹു ബറക്കത്ത് തരും. ഞങ്ങളുടെ ഒട്ടകങ്ങളെ ഒന്നും മറുക്കേണ്ടതില്ലാത്ത വിധം ഞങ്ങൾക്ക് പരിഹാരം നൽകാൻ അങ്ങയുടെ പ്രാർത്ഥന കൊണ്ട് കഴിയും നബിയേ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ വാക്ക് കേട്ടുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ തോൽപാത്രങ്ങളിൽ അല്പസ്വല്പം വെള്ളമുണ്ടല്ലോ, അത് കൊണ്ടുവരേൻ. അതൊരു പാത്രത്തിലാക്കാൻ വേണ്ടി പറഞ്ഞു. കുറഞ്ഞ വെള്ളമാണ് ഉണ്ടായിരുന്നത്, കുടിക്കാൻ ബാക്കി വെച്ചത്. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വിരലുകൾ അവിടുത്തെ വലതുകൈ ആ വെള്ളത്തിലേക്ക് വെക്കുകയാണ്. വെള്ളം അണപൊട്ടി ഒഴുകുന്നു, വെള്ളം അണപൊട്ടി ഒഴുകുകയാണ്, അണപൊട്ടി ഒഴുകുന്നു. ഖൈറുൽ മിയാഹ്, ലോകത്തെ വെള്ളങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ വെള്ളം ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരലിൽ നിന്നും അണപൊട്ടി ഒഴുകിയ വെള്ളമാണത്രേ. ആ വെള്ളം കഴിഞ്ഞാൽ രണ്ടാമത്തെ ശ്രേഷ്ഠമായ വെള്ളം ഏതാണ്? മാഉ സംസം, സംസമാണ്. മൂന്നാമത്തേതോ നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളാൽ കുടിക്കാൻ ഭാഗ്യം കിട്ടുന്ന, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, മാഉൽ കൗസർ. മൂന്നാം സ്ഥാനം അതാണ്. നാലാമത്തേത് മാഉൻ നീൽ, നൈൽ നദിയിലെ വെള്ളമാണ്. അഞ്ചാമത്തേത് മാഉൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുടെ വെള്ളമാണ്. ഇങ്ങനെ വെള്ളങ്ങളുടെ മഹത്വമുണ്ട് ഹദീസുകളിൽ. ഏറ്റവും ശ്രേഷ്ഠമായത്, ഇനി ലോകത്ത് കിട്ടാനില്ലാത്തത്, അത് ഹബീബിന്റെ വിരലിലൂടെ അണപൊട്ടി ഒഴുകിയ വെള്ളമാണ്. വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു, വമിനൽ യസീരി സഖാ വഅത്അമ ജൈശഹു حتى اكتفوا ويسيره لم ينفدي. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ومن اليسير سقاء وأطعم جيشه. കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഒരു സൈന്യത്തെ അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് കുടിപ്പിച്ചില്ലയോ?
തബൂക്കിലേക്ക് പോയ 3000-ഓളം വരുന്ന സൈന്യത്തിനാണ് നബി തങ്ങളുടെ പരിശുദ്ധമായ വിരലിലൂടെ അണപൊട്ടിയൊഴുകിയ വെള്ളം കുടിക്കാൻ ഭാഗ്യമുണ്ടായത്. അവര് കുടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ തോൽപാത്രങ്ങളിൽ നിറച്ചു വെച്ചു, ഒട്ടകങ്ങളെ കുടിപ്പിച്ചു. കുളി നിർബന്ധമായവർ ആ വെള്ളം കൊണ്ട് കുളിച്ചു. എന്നിട്ടും ആ വെള്ളം ബാക്കിയായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ പ്രാർത്ഥനയുടെ മഹത്വമായിരുന്നു അത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് പറഞ്ഞത്, നബിയേ, ഒട്ടകങ്ങൾ അറുക്കാൻ സമ്മതം കൊടുക്കരുത് നബിയേ, അങ്ങ് ദുആ ചെയ്താൽ പോരെ, അങ്ങയുടെ പ്രാർത്ഥന മതിയല്ലോ നബിയേ. ഖന്തഖ് യുദ്ധം നടക്കുകയാണ്. മദീനക്ക് ചുറ്റും മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രഞ്ച്, അതായിരുന്നു ഖന്തഖ്. ആ ഒരു കിടങ്ങ് കുഴിച്ചു. ആ കിടങ്ങ് കുഴിക്കാൻ നബി തങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്, അഭിപ്രായം പറഞ്ഞത് ഇറാൻകാരനായിരുന്ന സൽമാനുൽ ഫാരിസി. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ ഞങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അറബി സംസാരിക്കാത്ത സൽമാൻ എന്നവർ അബിൽ ഇസ്ലാം, നിങ്ങൾക്കൊക്കെ വാപ്പയുടെ പേര് പറഞ്ഞ് അഭിമാനം പറയുമ്പോ എന്റെ വാപ്പ തീ ആരാധകനായിരുന്ന മനുഷ്യനാണ്, എന്നാൽ ഞാൻ പറയുന്നു അബിൽ ഇസ്ലാം, എന്റെ പിതാവ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ സ്വഹാബിയാണിത്. ഖന്തഖ് യുദ്ധത്തിന്റെ പരിസരം ഹബീബായ നബി തങ്ങൾ സ്വഹാബിമാരുമായി ചർച്ച നടത്തുമ്പോ മഹാനായ സൽമാൻ തങ്ങളെ കാണാനില്ല. സൽമാൻ എന്നവർ എഞ്ചിനീയറാണ്, സ്വഹാബികൾ എഞ്ചിനീയർ. നബി തങ്ങൾ ചോദിച്ചു, അയിന സൽമാൻ, സൽമാൻ തങ്ങൾ എവിടെ? ഇപ്പൊ നോക്കുമ്പോൾ ഉഹദിന്റെ മലമുകളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട് സ്വഹാബിമാര്. അവര് പറഞ്ഞു, നബിയേ, മലമുകളിലൂടെ നടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്, അത് സൽമാനായിരിക്കണം റളിയല്ലാഹു അൻഹു. വിജ്ഞാനം തേടി, ഈമാൻ തേടി, വിശ്വാസം അന്വേഷിച്ചുകൊണ്ട് കൊച്ചുനാളിൽ തുടങ്ങിയ 25 വർഷം നീണ്ടുനിന്ന യാത്ര ചെയ്ത മഹാനാണിത്. ജോലി അന്വേഷിച്ചു പോയ യാത്രയല്ല, അഡ്വഞ്ചറിന് പോയ യാത്രയല്ല, സത്യമറിയാൻ വേണ്ടി ഇസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മൗസിലിലേക്ക്, മൗസിലിൽ നിന്ന് നാസിബീനിലേക്ക്, നാസിബീനിൽ നിന്ന് തുർക്കിയുടെ അമൂരിയയിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് 12 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ യാത്രയാണ്. 10-20 വർഷം കഴിഞ്ഞ് മദീനയിൽ ഹബീബായ നബി തങ്ങളെ കണ്ടുമുട്ടുകയും ആ തിരുമേനിയെ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ഹബീബിന്റെ അനുയായിയായി മാറിയ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വിജ്ഞാനം അന്വേഷിച്ച് നടത്തിയ വലിയൊരു യാത്ര ചെയ്ത മഹാൻ. നമ്മൾ അറിയണം, വാപ്പ തീ ആരാധകനായിരുന്നു, മുതലാളിയായിരുന്നു. എന്നും അവരുടെ ദേവാലയത്തിൽ പോയി തീ കത്തിക്കണം, വിറക് വെച്ചു കൊടുക്കണം, ആ നിർദ്ദേശമുണ്ടായിരുന്ന മോനാണിത്. ഒരു ദിവസം എങ്ങാനും അന്നത്തെ ഈസ നബിയുടെ അനുയായികൾ, അന്നത്തെ സത്യസന്ധരായ ക്രിസ്ത്യാനികൾ, ഈസാ നബിയെ പ്രവാചകനായി അംഗീകരിച്ചവർ, ദൈവമായോ ദൈവപുത്രനായോ വിശ്വസിക്കാത്ത അന്നത്തെ സച്ചരിതരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോഴേ അവരുടെ മതത്തിൽ ആകൃഷ്ടനായ സൽമാൻ തങ്ങൾ എവിടെയാണ് സത്യമെന്ന് അന്വേഷിച്ചു. വീട്ടിന്റെ തടങ്കലിലാക്കപ്പെട്ട ആ സ്വഹാബി കൊച്ചുനാളിൽ കൊച്ചുമോനാണത്, 12 വയസ്സുള്ള മോനെ കൂട്ടുകാരുടെ സഹായത്താൽ തടങ്കലിൽ നിന്ന് മോചിതനായി ഓടുകയാണ് ഫലസ്തീനിലേക്ക്. ഇറാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ചെയ്ത യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കൊച്ചുമോൻ, വാപ്പ മുതലാളിയാണ്, കോടീശ്വരനാണ്, ഒരേ ഒരു മകനാണുള്ളത്. ആ മകൻ പക്ഷേ ചിന്തിച്ചു, ഞാൻ ഈ ആരാധിക്കുന്ന വിഗ്രഹം, ഞാൻ ആരാധിക്കുന്ന തീ, ഇതാണോ ദൈവം? ഒരു വിറക് ഞാൻ വെച്ചു കൊടുത്തില്ലെങ്കിൽ അണഞ്ഞു പോകുന്ന ഈ തീ എന്റെ ദൈവമോ? എന്നെ സംരക്ഷിക്കുന്നതോ ഈ തീയാണോ പ്രപഞ്ചം പടച്ചത് എന്ന് കൊച്ചുനാളിൽ ചോദ്യം ചെയ്തുകൊണ്ട് ചിന്തിച്ച, വളരെ ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ഫലസ്തീനിൽ 6 വർഷം. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. അവിടുത്തെ തന്റെ ഗുരുനാഥൻ മരിച്ചു പോയപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ മൗസിലേക്ക് പോയിക്കോ, അവിടെ ഒരു നല്ല പുരോഹിതനുണ്ട്, അയാളുടെ കൂടെ ജീവിച്ചോളൂ. അവിടെ ചെല്ലുന്നു. 4-5 വർഷം അവിടെ. അത് കഴിഞ്ഞപ്പോ നാസിബീനിലേക്ക് പോകാൻ പറഞ്ഞു. ജിന്നുകളുടെ തലസ്ഥാനമാണ് നാസിബീൻ എന്ന് പണ്ഡിതന്മാർ പറയും. നാസിബീനിൽ ചെല്ലുന്നു മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് പോകുന്നത് തുർക്കിയിലേക്കാണ്, അമൂരിയയിലേക്കാണ്. അമൂരിയയിൽ നിന്ന് 8 വർഷത്തോളം ഒരു ഗുരുനാഥന്റെ കൂടെ ജീവിച്ചപ്പോഴാണ് അയാളോട് ചോദിച്ചു, ഗുരുനാഥനെ, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ എവിടെയാണ് പോകേണ്ടത്? ആ സമയം ഗുരുനാഥൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പുരോഹിതനും എന്റെ കയ്യിലില്ല.
അന്ത്യപ്രവാചകർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മദീന എന്ന് പിന്നീട് അറിയപ്പെടുന്ന 2 ചരൽക്കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ, കിഴക്കും പടിഞ്ഞാറും ചരൽക്കല്ലുകളുള്ള മരുഭൂമിയുടെ നടുവിൽ ഈത്തപ്പനകൾ വളരുന്ന സമൃദ്ധമായ ഒരു ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്. യഥ്രിബ് എന്നാണ് അതിന്റെ പേര്. ആ നാട്ടിൽ വന്ന് പ്രഭ കൊള്ളുന്ന ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് സൽമാൻ. അതുകൊണ്ട് നീ അറേബ്യയിലേക്ക് പോയിക്കോ. യൂറോപ്പിന്റെ കാലാവസ്ഥയാണ്, തുർക്കിക്ക് അറിയാമല്ലോ. അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയ ചെറിയ ചെറുപ്പക്കാരനിത് 10-20 കൊല്ലത്തെ യാത്രയായിരുന്നത്. 20 കൊല്ലം നീണ്ട യാത്രയാണ്, സത്യമന്വേഷിച്ചുള്ള യാത്ര. അമൂരിയായിൽ നിന്ന് ഏതാനും ആടുകളെ മേച്ചു കിട്ടിയ പൈസയുമായി മക്കയിലേക്ക് യാത്ര തിരിച്ചു സൽമാൻ റളിയല്ലാഹു അൻഹു. മക്കയിലെത്തുമ്പോൾ മഹാനെ അടിമയായി ആ യാത്രാ സംഘം അവര് കാലുമാറി. ഞങ്ങളുടെ കൂടെ വരാൻ ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. ആടുകളെ വിറ്റുണ്ടാക്കിയ കാശ് ആ യാത്രാ സംഘത്തിന്റെ കയ്യിൽ കൊടുക്കണം, എന്നിട്ട് നടക്കണം കൂടെ. അവര് വാഹനപ്പുറത്തല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് തുർക്കിയിൽ നിന്ന് മക്ക വരെ യാത്ര ചെയ്ത സൽമാൻ റളിയല്ലാഹു അൻഹു മക്കയുടെ അടിമച്ചന്തയിൽ വെച്ച് ഇത് അടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുകയാണ് ഉണ്ടായത്. ഒരു ജൂതനാണ് വാങ്ങിച്ചത്. ആ ജൂതൻ തന്റെ അമ്മാവനുണ്ട് മദീനയിൽ, അവർക്ക് മറിച്ചു വിറ്റു. ആ ജൂതന്റെ കൂടെ ജോലി ചെയ്യുമ്പോഴാണ് ഈത്തപ്പന മുകളിൽ കയറി ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലയോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് തന്റെ യജമാനനോടൊരു കൂട്ടുകാരൻ വന്ന് പറയുന്നത്. ചാടി ഇറങ്ങി ഓടിയില്ലേ ഹബീബിന്റെ അടുത്തേക്ക്. ആ ഹബീബിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ തന്റെ അമൂരിയായിലെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പ്രവാചകരറിയാൻ 2 വഴിയാണുള്ളത്. ഒന്ന്, സമ്മാനമായി കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും. ദാനം കൊടുത്താൽ അവർ സ്വീകരിക്കില്ല, അവർ തിന്നുകയില്ല. പിന്നെ അവിടുത്തെ വലത് ഷോൾഡറിന്റെ പിറകിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണം പോലെ ഒരു അടയാളമുണ്ട്. അത് പ്രവാചകത്വത്തിന്റെ സീലാണ്. ഈ 2 ലക്ഷണവും ഉണ്ടെങ്കിൽ അറിയണം സൽമാൻ അത് സത്യപ്രവാചകനാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു കൈക്കുമ്പിൾ നിറയെ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, തിരുമേനി ഇത് എന്റെ ദാനമാണ്, അങ്ങേക്ക് ദാനമാണ്, സ്വതക്കയാണ്. പുണ്യനബി അത് സ്വീകരിച്ച് ഒന്നും കഴിക്കാതെ സ്വഹാബിമാർക്ക് വിതരണം ചെയ്തു. എന്റെ അടയാളം ഒന്ന് പുലർന്നിരിക്കുകയാണ്. ദാനം കഴിക്കൂല, എന്നാൽ സമ്മാനം കഴിക്കും. കുറച്ചു നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഒരു പിടി ഈത്തപ്പഴവുമായി വന്ന് പറഞ്ഞു, നബിയേ ഹാദിഹി ഹദിയത്തുൻ മിന്നി ഇലൈ, ഇത് എന്റെ ദാനമാണ്, എന്റെ സമ്മാനമാണ്, ഹദിയയാണ്. അതിലൊന്ന് നബി തങ്ങൾ കഴിച്ചു, ബാക്കി അനുയായികൾക്ക് വിതരണം ചെയ്തു കൊടുത്തു. ഇനി കാണേണ്ടത് ചുമലിലെ ഒരു പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. ആ സീല് കാണണം. അത് കാണാൻ എന്താണ് വഴി? സൽമാൻ റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. എങ്ങനെ കാണും? ചുമലിൽ വസ്ത്രമില്ലാത്തൊരു നേരം കിട്ടണം. നിബിതങ്ങളോട് എനിക്ക് ചുമലൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് നിബിതങ്ങൾക്ക് എംബാരസ്മെന്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനത് ചോദിക്കില്ല. കാത്തിരുന്നു. മദീനയിൽ ഒരു മരണം നടക്കുകയും ഒരു സ്വഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് കൂടെയുണ്ട്. അവിടുന്ന് ഇസാറാണ് ധരിച്ചത്, അരമുണ്ട് വസ്ത്രം. തങ്ങളുടെ ഷോൾഡറിൽ വസ്ത്രമില്ലായിരുന്നു. ആ സമയം ഹബീബായ നബി തങ്ങൾ തോളിൽ വെച്ച ഒരു തുണിക്കഷ്ണമുണ്ട്. ആ തുണിക്കഷ്ണം പൊങ്ങുമ്പോ അതിന്റെ അടിയിലൂടെ ആ ചുമലൊന്ന് കാണാൻ പാടുപെട്ട് നോക്കുന്ന സൽമാൻ എന്ന കൂട്ടുകാരനെ അള്ളാഹുവിന്റെ ഹബീബ് കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, സൽമാൻ നിങ്ങൾ എന്തോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതേ നബിയെ, എന്റെ വലത്തെ ചുമലാണോ നിങ്ങൾ നോക്കുന്നത്? അതേ നബിയെ. നിങ്ങൾക്ക് കാണണോ? അതേ. വസ്ത്രം ഉയർത്തിക്കൊടുത്തു നബി തങ്ങൾ. സുബ്ഹാനല്ലാഹ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമൂരിയായിലെ ആ ജൂത പുരോഹിതൻ, ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുത്ത അടയാളം, പ്രവാചകത്വത്തിന്റെ സീല് അവരുടെ ചുമലിന്റെ പിറകിലുണ്ട് എന്ന് പറഞ്ഞത് സൽമാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ഫൻകബ്ബ മുഖബ്ബില, ചുംബിച്ചുകൊണ്ട് അവിടെ വീഴുകയായിരുന്നു. ഹബീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നബിയേ അങ്ങയെ കാണാൻ ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി യാത്ര ചെയ്തവനാണ് ഞാൻ. അങ്ങയെ കാണാൻ വേണ്ടി ചെയ്ത ത്യാഗം ഒരുപാടുണ്ട് നബിയേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സൽമാൻ തങ്ങൾ അടിമയായിരുന്നു. നബി തങ്ങൾ ഉടനെ പറഞ്ഞു, സൽമാൻ, നിങ്ങളുടെ അടിമത്തിൽ നിന്ന് മോചനം വേണം. നിങ്ങളുടെ ഉടമസ്ഥനോട് ചോദിക്കണം, എത്രയാണ് മോചനം ദ്രവ്യം, മോചനത്തിന് എത്രയാ കാശ് വേണ്ടത്, നിങ്ങളൊന്ന് റിലീസ് ചെയ്തു തരാൻ എന്ത് വേണം? അപ്പോ മുതലാളി പറഞ്ഞു, 40 ഈത്തപ്പന, അതിന്റെ വേരോടെ മണ്ണോടെ എനിക്ക് വേണം. പുണ്യ നബിയാണ് പറഞ്ഞത്, സ്വഹാബികളെ, സൽമാനിന് വേണ്ടി നമ്മൾ കൈകോർത്ത് പിടിക്കണം. നമ്മൾ അറിയണം, നമ്മുടെ നാടിൽ പാവപ്പെട്ട ഒരാളിന്റെ മകളുടെ കല്യാണം നടക്കുന്നു, ഒരു വീട് വെക്കേണ്ട പ്രയാസമുണ്ട്, അല്ലെങ്കിൽ രോഗത്തിലാണ്, ചികിത്സിക്കാൻ കാശില്ല. നമ്മൾ മഹല്ലുകാർ കൈകോർത്ത് പിടിച്ച് ആ മനുഷ്യനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഹബീബാ നബി പഠിപ്പിക്കുകയാണ്. ഇവിടെ സൽമാനിന് വേണ്ടി 40 ഈത്തപ്പന വേണം, അതിലൊന്ന് ഞാൻ എൻ്റെ കൈകൊണ്ട് നൽകുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ഈത്തപ്പന ഹബീബിന്റെ കൈകൊണ്ട് നടുകയാണ്. സ്വഹാബിമാരോട് പറഞ്ഞു, പറ്റുന്നവരെല്ലാം ഓരോന്ന് കൊണ്ടുവരണം. 40 ഈത്തപ്പനകളായി അത് വളർന്ന് വലുതായതിന്റെ ശേഷമാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിന് മോചനം കിട്ടുന്നത്. സൽമാൻ തങ്ങളുടെ തോട്ടം ഇന്ന് മദീനയിൽ സന്ദർശകർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റും, ബുസ്താനു സൽമാൻ, നഖ്ലു സൽമാൻ. സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടം എന്നാണ് അതിന്റെ പേര്. ഇപ്പോ ഒരുപാട് സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ സന്ദർശകർക്ക് തുറന്നു വെച്ച കൂട്ടത്തിൽ മദീനയിലുണ്ട് സൽമാൻ തങ്ങളുടെ തോട്ടമുണ്ട്. അവിടെ പുണ്യ നബി തങ്ങളുടെ കരങ്ങളാൽ നബി തങ്ങൾ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് സൽമാൻ എന്നവർക്ക് മോചനം കൊടുക്കാൻ കാരണമായ ആ ഈത്തപ്പനത്തോട്ടം. സൽമാൻ എന്നവർ അറബി ശരിക്കറിയില്ലായിരുന്നു, പേർഷ്യനാണ്, അജ്മിയാണ്, ഇറാനിലെ പേർഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്, ഫാർസിയാണ് സംസാരിക്കുന്നത്. സ്വഹാബികൾക്കിടയിൽ ഒരു അറബി ഇങ്ങനെ നടക്കുമ്പോ സ്വഹാബിമാർക്ക് അങ്ങനെയല്ലേ, അവർ അറബികളാണല്ലോ, അവർക്ക് മേന്മ തോന്നുന്നവരാ, ഞങ്ങൾ വലിയവരാ, ഞങ്ങളുടെ തറവാട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പുണ്യനബി പറഞ്ഞു, സൽമാൻ ഒരറബി എന്ന് മാത്രമല്ല, സൽമാൻ എന്റെ വീട്ടുകാരനാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് സൽമാൻ എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. സൽമാനുൽ ഫാരിസി തങ്ങളെ, ആ സൽമാൻ തങ്ങളാണ് ഹബീബായ നബി തങ്ങളോട് ഖന്തഖ് യുദ്ധം നടക്കുമ്പോ, നബിയെ, ഞങ്ങൾ ഇറാനിൽ ചില കാഴ്ചകൾ കാണാറുണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോ, ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടാകുമ്പോ ആ പ്രദേശം കിടങ്ങ് കുഴിച്ച് ഞങ്ങൾ സുരക്ഷിതമാക്കാറുണ്ട്. മദീനയുടെ ഒരു ഭാഗം മാത്രമാണ് തുറന്നു കിടക്കുന്നത്, ഒരു ഭാഗത്ത് വീടുകളുണ്ട്, ബാക്കി 2 ഭാഗത്ത് മലകളുണ്ട്. അവിടെ തുറന്നു കിടക്കുന്ന ഒരു ഭാഗമേ ഉള്ളൂ. അവിടെ നമുക്ക് കിടങ്ങ് കുഴിച്ചാലോ? ആ കിടങ്ങുകുഴി നടന്നുകൊണ്ടിരിക്കുമ്പോ, ഖന്തഖ് നടന്നുകൊണ്ടിരിക്കുമ്പോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ മിനുമിനുത്ത വയറ്റത്തെ കല്ലുകൾ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്ന ചരിത്രം നമ്മൾ മറക്കരുത്. വശദ്ദ മിൻ സഗബിൻ, ഇമാം ബൂസീരിയുടെ ബുർദയിലുണ്ടല്ലോ, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ تحت الحجارة كاشحا مطرف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي وركشلنا وشد من سغب نحشاءه وطوى تحت الحجارة كاشحا مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهب عن نفسه فأراها أيما شممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكيف تدعو إلى الدنيا ضرورة من
ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ ഇദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസൂരി ഏകദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് അലക്സാണ്ട്രിയയിൽ ജീവിച്ചു മരിച്ചുപോയ പ്രവാചക പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കാവ്യരചയിത 150 കിലോമീറ്റർ യാത്ര ചെയ്താലും മെഡിറ്ററേനിയൻ കടലിലേക്ക് നോക്കി നിൽക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടാക്കിയ അസ്കന്ദരിയ എന്ന ഒരു നഗരമുണ്ട്, അലക്സാണ്ട്രിയ. ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി എവിടെയായിരുന്നു? ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് വേറെ ലൈബ്രറികളൊക്കെ വന്നു. അലക്സാണ്ട്രിയയിൽ മഹാനായ ഇമാം ബൂസൂരി തങ്ങളും അബുൽ അബ്ബാസുൽ മിർസി തങ്ങളും യാഖൂത്തുൽ അർശ് തങ്ങളും 3 മുഹിബ്ബീങ്ങളുടെ മഖാമുകളുണ്ട്, 3 മഹാമസ്ജിദുകൾ, എല്ലാം ഒരു ഇട്ടാവട്ടത്ത് ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ 3 വലിയ മസ്ജിദുകൾ, 3 മഖാമുകളും. അവിടെയാണ് പുണ്യ നബിക്ക് തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ബുർദ രചിച്ച മഹാനായ ഇമാം ബൂസൂരി തങ്ങളുള്ളത്. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്, പോയ ആളുകൾ വേറെ ഇവിടെയൊക്കെ സദസ്സിലുണ്ടായിരിക്കും. മഹാന് ശരീരമാസകലം രോഗം വന്നപ്പോഴേ ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയതാ നബിതങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി ഞാനൊരു കവിത എഴുതും. ആ കവിതയാണ് ഇന്ന് ലോകത്ത് അനശ്വരമായി നിൽക്കുന്നത് ബുർദ. അതിലെ വരികളാണ് നമ്മൾ ചൊല്ലിയത്. മൗലായ സൊല്ലി, മൗലായ എന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, സൊല്ലി വസല്ലിം ദായിമൻ, എപ്പോഴും സ്വലാത്തും സലാമും നീ ചൊരിയണമേ, അലാ ഹബീബിക്, നിന്റെ ഹബീബായ നബിയുടെ മേൽ, ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, എല്ലാ സൃഷ്ടികളെക്കാളും നേതാവായ നിന്റെ തിരുമേനിയുടെ മേൽ സ്വലാത്തും സലാമും ദായിമൻ എപ്പോഴും വർഷിക്കണമേ. അതാണ് നമ്മൾ ആ പകരം ചൊല്ലുന്നത്. ആ അസുഖമായപ്പോ, ശരീരത്തിൽ വ്രണങ്ങളായപ്പോ, ഒരു മരുന്നും ഏൽക്കാതെ വന്നപ്പോ മഹാൻ നേർച്ചയാക്കിയത് ഹബീബിന്റെ മേൽ ഞാൻ കവിത എഴുതുകയാണ്, ഹബീബിനെ പുകഴ്ത്തിയുള്ള മദ്ഹ് ചൊല്ലുകയാണ്. ആ മദ്ഹ് ചൊല്ലി ഒരേ ഒരു ലക്ഷ്യമാണ്, ഹബീബിലേക്ക് അടുക്കണം. വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതഫത്, വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി. കഅബ് ബിൻ സുഹൈർ എന്നവരുടെ വാപ്പ, സുഹൈർ എന്നവരെ ഹരിം ബിൻ സിനാൻ എന്ന് പറഞ്ഞ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞ് കാശുണ്ടാക്കിയ പോലെ, കാശുണ്ടാക്കാനല്ല ഞാൻ ഈ കവിത ചൊല്ലുന്നത്, ഇത് ഹബീബിനോടുള്ള പ്രേമം, അനുരാഗം, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അന്ന് രാത്രിയാണ്, കാവ്യം പൂർത്തിയായി അവസാന വരികളിലാണ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم. അല്ലാഹുവേ, നിന്റെ മുസ്തഫയായ നീ തിരഞ്ഞെടുത്ത പുണ്യപ്രവാചകരുടെ ആ ഒരു മഹത്വം മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹുവേ, ബല്ലിഗ് മഖാസിദനാ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. നിന്റെ പ്രവാചകനെ മുൻനിർത്തി ചോദിക്കുകയാണ്. വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി, കഴിഞ്ഞുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണമേ. ആ കവിത അവസാനിച്ച അന്ന് രാത്രി ഇമാമുന ബൂസീരി തങ്ങൾ ഉറങ്ങുന്ന ദിവസം, ഉറങ്ങുന്ന രാവിൽ ഹബീബായ നബി തങ്ങളെ സ്വപ്നം കാണുകയാണ്. പുണ്യ നബി തങ്ങൾ വന്ന് ചോദിക്കുന്നു, യാ ബൂസീരി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നം? നബിയേ, എന്റെ ശരീരത്തിലെ വ്രണങ്ങൾ കാണുന്നില്ലയോ നബിയേ? ഹബീബായ നബി തങ്ങൾ ഒരു പുതപ്പ് അവരെ പുതപ്പിച്ചു എന്നാണ് ചരിത്രം. ആ പുതപ്പിനാണ് അറബിയിൽ ബുർദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാവ്യം ബുർദ എന്നറിയപ്പെടാൻ കാരണം. മഹാൻ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ശരീരത്തിലെ വ്രണങ്ങളെല്ലാം അല്ലാഹു അത്ഭുതകരമായി ശിഫയാക്കിയിരിക്കുന്നു. ആ പ്രേമ കാവ്യമാണ് ഇന്നും ലോകത്ത് സജീവമായി നിലനിൽക്കുന്നത്. ബുർദയുടെ വരികളാണ്. വശദ്ദ മിൻ സഗബിൻ أحشاءه وطوى تحت الحجارة كاشحا مترف الأدم. ഹബീബായ നബിയേ, മിനുമിനുത്ത തൊലിയുള്ള അങ്ങയുടെ വയറിന്റെ ഭാഗത്തെ മിനുമിനുത്ത തൊലിയിൽ ഖന്തക്കിലെ പരുപരുത്ത കല്ലുകൾ വെച്ച് വിശപ്പ് കൊണ്ട് കെട്ടിവെച്ചില്ലയോ നബിയെ? അങ്ങ്
സ്വഹാബിമാര് കിടങ്ങ് കുടിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇന്നത്തെ സംവിധാനങ്ങളുണ്ടോ? ആയുധങ്ങൾ തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ട രംഗം സ്വഹീഹായ ഹദീസുകളിൽ ഉണ്ടല്ലോ. സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ഞങ്ങളെ കൊണ്ട് ഇത് പൊട്ടിക്കാൻ കഴിയുന്നില്ല, അങ്ങ് ഞങ്ങളെ വന്ന് സഹായിക്കണം. ഹബീബായ നബി തങ്ങൾ, ആ ഹബീബായ തങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഹാമർ വാങ്ങുകയാണ്. എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് 3 കൊട്ട് മെല്ലെ കൊട്ടുകയാണ് ഉണ്ടായത്. വലിയൊരു പാറ മണൽ കൂമ്പാരം പോലെ മാറുന്ന നേരം ഓരോ കൊട്ട് കൊട്ടുമ്പോഴും സ്വഹാബിമാർ മിന്നൽ പിണറുകൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. മെല്ലെയാണ് കൊട്ടിയത്, പക്ഷേ മിന്നൽ സ്പാർക്കുകൾ കണ്ടു. 3 തവണ കണ്ടു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, അല്ലാഹു അങ്ങേക്ക് നൽകിയ മഹാത്ഭുതം, ഞങ്ങൾ 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് ഞങ്ങൾ പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടാത്ത പാറക്കഷ്ണം അങ്ങയുടെ മിനുപുരുത്ത കരങ്ങളാൽ ഒന്ന് മെല്ലെ കൊട്ടിയപ്പോഴേക്കും പൊടി പൊടിയായി മാറിയല്ലോ നബിയേ. നഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ഹബീബേ, ഞങ്ങൾ കണ്ടല്ലോ 3 മുന്നിൽ പിണറുകൾ. എന്താണ് അതിന്റെ സാരം? 3 വെളിച്ചം അവിടെ നിന്ന് പുറപ്പെടുന്നത് കണ്ടു, മിന്നൽ പിണർ പോലെ. തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് നിങ്ങൾ കണ്ടല്ലേ, 2ഉം 3ഉം കണ്ടുവല്ലേ. ഒന്നാമത്തേതിൽ ഉരീതു ഖുസൂറൽ യമൻ, യമനിലെ രാജാക്കന്മാരുടെ കോട്ടകൾ, കൊട്ടാരങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. രണ്ടാമത്തേതിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കോട്ടക്കൊത്തളങ്ങൾ കണ്ടു. മൂന്നാമത്തേതിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, റോമൻ ഭരണാധികാരികളുടെ കോട്ടകളാണ് എനിക്ക് കാണിച്ചു തന്നത്. ലോകത്തന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട എംപയേഴ്സ്, ഒന്ന് യമൻ, ഒന്ന് യമനൈറ്റ് എംപയർ, മറ്റൊന്ന് പേർഷ്യൻ എംപയർ, മറ്റൊന്ന് റോമൻ എംപയർ. ഈ 3 വലിയ വലിയ സാമ്രാജ്യങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ കീഴിലേക്ക് വരുമെന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഹബീബായ നബി തങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ സ്വഹാബിമാർക്ക് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുത്ത രംഗമാണത്. നോക്കണം, അതായിരുന്നു നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതിസന്ധികൾക്കിടയിലാണ് പ്രതീക്ഷ തന്നത്. പ്രതിസന്ധികൾക്കിടയിലാണ് ഹബീബായ നബി തങ്ങൾ നമുക്ക് പ്രതീക്ഷ തന്നത്. അറിയില്ലേ, ഹിജ്റ പോകുന്ന നേരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി തങ്ങൾ നാടുവിട്ടു പോകുമ്പോൾ ഹബീബിന് 53 വയസ്സാണ്. 10 കൊല്ലമാണ് മദീനയിൽ താമസിക്കുന്നത്. 63-ൽ ലോകത്തോട് വിട പറയുന്ന നമ്മുടെ ഹബീബ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഒളിച്ചു പാർത്തു പോകുന്നതിനിടയിലല്ലയോ ഹബീബിനെ കൊല്ലാൻ വന്ന ഒരു യോദ്ധാവ് സുറാഖത്ത് ഇബ്നു മാലിക്. ഓർമ്മയുണ്ടോ സുറാഖയെ? കുതിരപ്പുറത്ത് വന്ന് ഹബീബിനെ വെട്ടാനോങ്ങുമ്പോൾ കാല് മണ്ണിലേക്ക് താഴ്ന്നു പോകുമ്പോൾ നിലവിളിക്കുകയാണ് സുറാഖ. തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബിന് പരിചയമുള്ള മക്കയിലെ 1-ാം തരം പോരാളിയാണ് സുറാഖ. മറ്റൊന്നിനുമല്ല, മരുഭൂമിയിൽ വന്നത് 100 ഒട്ടകം കിട്ടും ഹബീബിന്റെ തല കൊണ്ടു കൊടുത്താൽ. ആ ഒട്ടകം മോഹിച്ചു വന്നതാണെന്ന് നബി തങ്ങൾക്കറിയാം. അല്ലാഹു ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. നബിയേ, ജനങ്ങൾക്ക് അങ്ങേ കൊല്ലാൻ കഴിയില്ല. അങ്ങ് he was a man not to be killed. നബി ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ആ മിഷൻ പൂർത്തിയാകുന്നവരെ ഒരു മനുഷ്യനും ഹബീബിനെ കൊല്ലുകയില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് നബിയെ അങ്ങേ നാം രക്ഷിക്കും. പുണ്യനബി തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ തലയെടുക്കാൻ വന്ന സുറാഖയോട് ഇത്ലഅ സുറാഖ, പോര് സുറാഖ, പോര് എന്ന് പറയുന്നു. സുറാഖ പുറത്തു വരുന്നു. കിതപ്പുകൾ മാറിയപ്പോ 100 ഒട്ടകം, ഞാനൊരു മില്യണയർ ആവാൻ ഇതെന്താ ഇനി വേണ്ടത്? ആ ലക്ഷ്യമാണ് എന്റെ മുന്നിലൂടെ നടക്കുന്നത്. പാവമായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 50 കഴിഞ്ഞ് സിദ്ദീഖ് എന്നവരാ കൂടെയുള്ളത്. ഹബീബായ നബി തങ്ങളെ വീണ്ടും കൊല്ലാൻ വേണ്ടി വാളെടുത്ത സുറാഖ ഭൂമിയിലേക്ക് ആഴുകയാണ്, നിലവിളിച്ചു. 3-ാമത്തെ തവണയും ഇതുപോലെ സംഭവിച്ചപ്പോഴാ നബി തങ്ങൾ സുറാഖ പോരിൻ, പുറത്തേക്ക് പോരിൻ, നിങ്ങൾക്ക് വിഷമം വേണ്ട എന്ന് സുറാഖക്ക് നിരുപാധികം മാപ്പ് കൊടുത്ത, ശത്രുവിന് മാപ്പ് കൊടുത്ത ഹബീബാണ് ഈ ഉമ്മത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചകരുടെ മേൽ എങ്ങനെയാണ് ക്രൂരത
കെട്ടിവെക്കാൻ കഴിയുന്നത്. സ്വന്തം ജീവനെടുക്കാൻ വന്ന സുറാഖയോട് നിരുപാധികം മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, സുറാഖ നബി തങ്ങളോട് പറയുന്നു, നബിയേ, അങ്ങയുടെ കൂടെ ദിവ്യമായ ഒരു ശക്തിയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ കൂടെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഇനി അങ്ങയോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. ഞാൻ അങ്ങയുടെ അനുയായിയായി മാറും, ഇപ്പോഴല്ല. എന്നാൽ അങ്ങയുടെ അനുയായികളോട് എനിക്ക് വേണ്ടി ഒരു സുരക്ഷിത പത്രം അങ്ങ് എഴുതി തരണം. ഞാൻ അങ്ങയോടോ അങ്ങയുടെ അനുയായികളോടോ ഇനി യുദ്ധം ചെയ്യാനില്ല. അതുകൊണ്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ സുറാഖയായ എന്നെ അങ്ങയുടെ അനുയായികളും ലക്ഷ്യം വെക്കരുത്. അതുകൊണ്ടൊരു ഒരു കടലാസിൽ ഒപ്പിട്ട് തരണം. അത് ഒപ്പുവെച്ചു കൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങളോട് എഴുതാൻ പറയുന്നു. സുറാഖ നബി തങ്ങളിൽ നിന്ന് സുരക്ഷിത പത്രം, ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു പോകുന്ന നേരം നബി തങ്ങൾ സുറാഖയോട് പറഞ്ഞ വാക്കുകൾ അനശ്വരമാണ്. كيف بك يا سراقة إذا لبست سواري كسرى وقيصر. കിസ്റയുടെയും കൈസറിന്റെയും വളകൾ, ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? കിസ്റയുടെ, ഇറാനിന്റെ ഭരണാധികാരി കിസ്റ ഇബ്നു ഹുർമുസിനെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, കിസ്റ ഇബ്നു ഹുർമുസ് കോടീശ്വരനാണ്. കിസ്റ ഇബ്നു ഹുർമുസിന്റെ ആഭരണങ്ങൾ സുറാഖ നിങ്ങളുടെ കൈകളിൽ വരും. എന്റെ കയ്യിലോ? അതെ. എങ്ങനെ ഉണ്ടാകും? അപ്പോ സുറാഖയുടെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റാതെ പകച്ചു പോവുകയാണ്. സ്വന്തം ജീവൻ കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് കിസ്റ രാജാവിന്റെ ഭരണകൂടം ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്ന് ലോകത്തിന്റെ ഗുരു പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം ലോകത്ത് വെളിച്ചം കാണുന്നത് 12 വർഷം കഴിഞ്ഞതിന് ശേഷം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മദീനയിൽ നിന്ന് ഒരു സൈന്യം ഖാദിസിയയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ പേർഷ്യൻ ഭരണാധികാരിയുടെ കൊത്തളങ്ങളിൽ കിടക്കുന്ന സർവായുധങ്ങളും രത്നങ്ങളും പവിഴങ്ങളും മദീന പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സ്വഹാബിമാർ സമർപ്പിച്ച നേരം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, എവിടെയാണ് സുറാഖ? ആ യുദ്ധത്തിന് പോയ ആളാണ് സുറാഖ റളിയല്ലാഹു അൻഹു. സുറാഖ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ നിങ്ങളോട് പറഞ്ഞത്, സുറാഖ നിങ്ങളുടെ കൈകൾ ഇരിക്കട്ടെ, പേർഷ്യൻ രാജാവിന്റെ ആഭരണങ്ങൾ അത് നിങ്ങളെടുത്ത് വിറ്റോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ വരുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട് അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഓർമ്മയുണ്ട്. മദീനയിലേക്ക് എന്റെ ഹബീബ് ഒളിച്ചും പാർത്തും യാത്ര പോകുമ്പോ ആ ഹബീബിന്റെ തലവെട്ടാൻ വേണ്ടി ദുഷ്ടലാക്കുമായി ഞാൻ വന്നപ്പോ എന്റെ കൺമുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചു തന്ന് പിന്മാറിയ എന്റെ കൈ പിടിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ ഖൈസർ. കിസ്റയുടെയും കൈസറിന്റെയും ആഭരണങ്ങൾ നിന്റെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ? പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നപ്പോഴാണ് വലിയ ഒരു പ്രതീക്ഷയുടെ കവാടം ഹബീബ് തുറന്നു വെച്ച് തരുന്നത്. സ്വഹാബിമാർ കഷ്ടപ്പെട്ടു പോയ നേരത്തെ മക്കയുടെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുമരിലേക്ക് ഹബീബായ നബി തങ്ങൾ ചാരി നിന്നുകൊണ്ട് വിശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് പൂർണ്ണ ഉണർവിലല്ല, എന്നാൽ പൂർണ്ണമായും ഉറക്കത്തിലുമല്ല. ആ സമയത്താണ് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് വന്ന് പറയുന്നത്, അലാ തദ്ഉ ലനാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അലാ തസ്തൻസിറുല്ലാഹ ലനാ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് സഹായം തരണമെന്ന് ചോദിക്കുന്നില്ലയോ നബിയെ? ഞങ്ങൾ മക്കയിൽ കഷ്ടപ്പെടുകയാണ് നബിയെ. മുസ്ലിമായതിന്റെ പേരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് മക്കക്കാർ. ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ അടിച്ചു കൊല്ലുന്നുണ്ട് നബിയെ. ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ പഴുത്ത് കിടക്കുന്ന മണലിൽ വലിച്ചിഴക്കുന്നുണ്ട് നബിയെ. ഞങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല നബിയെ. ഞങ്ങളുടെ ഭാര്യമാർ, ഉമ്മമാർ സുരക്ഷിതരല്ല നബിയെ.
ദുർബലരായ ഞങ്ങളെ രക്ഷിക്കുവാൻ അല്ലാഹുവിനോട് ദുആ ഇറക്കുന്നില്ലേ നബിയേ എന്ന് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞ നേരം പുണ്യനബി തങ്ങൾ ചാരിയിരിക്കുകയാണ്. അവിടെ നിന്ന് നിവർന്നിരുന്നു. നബി തങ്ങളടക്കം ഹബീബടക്കം പ്രയാസങ്ങൾ നേരിട്ട കാലമാണ് മക്ക കാലഘട്ടം. ആദ്യത്തെ 13 കൊല്ലം പ്രതിസന്ധിയുടെ കാലമാണ്. ആ ഹബീബിന്റെ തോളിലാണ് ചത്തുപോയ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തിയത്. നമ്മൾ ഓർക്കണം, അത് ചോരയല്ല, ഒട്ടകത്തിന്റെ ബ്ലാഡർ, അതിന്റെ അവശിഷ്ടങ്ങളുള്ള, അതിന്റെ വിസർജ്യമുള്ള ബ്ലാഡർ, ഭാരമേറിയ കിലോകൾ ഭാരമുള്ള ഒട്ടകത്തിന്റെ ബ്ലാഡർ ഹബീബ് സുജൂദിൽ കിടക്കുമ്പോ പെരടിയിൽ കൊണ്ടുവന്ന് വെച്ചവരായിരുന്നു മക്കക്കാർ. എന്തിനെന്നറിയോ? ബിംബാരാധന വേണ്ട. യഥാർത്ഥനായ ഉടമസ്ഥൻ പരബ്രഹ്മമായ പടച്ചതമ്പുരാൻ കണ്ണുകൾക്ക് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. ഈ പ്രപഞ്ചത്തിന് അതീതനാണ്. സമയകാലങ്ങളെ പടച്ചവനാണ്. അതുകൊണ്ട് സമയമുണ്ടാകുന്നതിന് മുമ്പുള്ളവനാണ്. ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ തുടക്കമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗുലാരിറ്റിക്ക് മുമ്പ് ഇവിടെ സമയമില്ല. എന്നാൽ ആ സമയമുണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് ഇവിടെയുണ്ട്. അപ്പോഴാണല്ലോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. അതിനൊരു കാരണം വേണം, ഒരു പ്രൈം മൂവർ വേണം. അത് പടച്ചുതമ്പുരാനാണ് എന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമുണ്ട്. മക്കക്കാരോട് നബി തങ്ങൾ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഹബീബായ നബി തങ്ങൾക്കെതിരെ 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ അവർ ചെയ്തത്. 11 തവണ ഹബീബിനെ കൊല്ലാൻ ശ്രമം ഉണ്ടായിട്ടുണ്ട്. 11 തവണ. എന്നാൽ വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ അല്ലാഹു അങ്ങയെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പരാതി പറയുമ്പോ മഹാനായ ഖബ്ബാബ് എന്നവരോട് ഹബീബിന്റെ മറുപടി, യാ ഖബ്ബാബ്, അല്ലാഹു നമ്മളെ രക്ഷിക്കും. ഈ ദീൻ പരിപൂർണമാകും. ആരെല്ലാം അവരുടെ നാവ് കൊണ്ട്, അവരുടെ പേന കൊണ്ട്, അവരുടെ ഫേസ്ബുക്ക് കൊണ്ട്, സോഷ്യൽ മീഡിയ കൊണ്ട് ഈ ദീനിനെ ഊതിക്കെടുത്താൻ അവർ എത്ര ടൈപ്പ് ചെയ്ത്, ഓഡിയോ വീഡിയോ ചെയ്ത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയാൽ പോലും ഈ സത്യം മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും അല്ലാഹു ഇതിനെ നിർവഹിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഒന്നാകെ നിസ്കാരം ബഹിഷ്കരിച്ചു എന്ന് വിചാരിക്കുക, മഅദല്ലാഹ്, അല്ലാഹു ദീനിനെ വേറെ ചില ആളുകളെ കൊണ്ട് ഇവിടെ നിലനിർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കണ്ടുകൊണ്ടല്ല, എന്നെയോ നിങ്ങളെയോ കണ്ടുകൊണ്ടല്ല, ഈ ദീനിനെ റബ്ബ് നിലനിർത്തും. അതുകൊണ്ട് ഖബ്ബാബ്, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും. ഖബ്ബാബ്, നിങ്ങൾക്ക് സംശയമുണ്ടോ? വയബ്ലുഗു ദീനി മാ ബലഗൽ ലൈലു വന്നഹാർ, ഈ ഭൂമിഗോളത്തിൽ എവിടെയെല്ലാം സൂര്യാസ്തമയവും സൂര്യോദയവും നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിന്റെ പ്രഭയെത്തും ഖബ്ബാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർട്ടിക്കയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക്, ഗ്രീൻലാൻഡിലേക്ക്, അങ്ങ് ഓസ്ട്രേലിയയിലേക്ക്, അതിന്റെ താഴ്ഭാഗങ്ങളിലേക്ക്, ന്യൂസിലാൻഡിലേക്ക്, അങ്ങ് ജപ്പാനിലേക്ക്, അങ്ങ് കാനഡയിലേക്ക്, ബ്രസീലിലേക്ക്, ഇസ്ലാമിന്റെ വെളിച്ചം അങ്ങ് സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് അടക്കം ലോകത്തിന്റെ നെറുകയിലും താഴെയും മീതയും ഇന്ന് വാങ്കുലി ഉയരാത്ത സ്ഥലങ്ങളുണ്ടോ? ഇത് മുസ്ലിമീങ്ങൾ ചെയ്തതല്ല, അല്ലാഹു ചെയ്ത പണിയാണ്. പടച്ചതമ്പുരാന്റെ ഇടപെടലാണ്, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി, അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉറഞ്ഞു തുള്ളുന്നവരുണ്ട്. ഇസ്ലാമിനെ ഒന്ന് തകർക്കാൻ നിങ്ങളെത്ര ഉറഞ്ഞു തുള്ളിയാലും വല്ലാഹു മുതിമ്മു നൂരിഹി, നിങ്ങൾ കൊളുത്തിവെക്കുന്ന തീജ്വാലകൾ പ്രഭയായി പരക്കുമെന്നല്ലാതെ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇത് മനുഷ്യൻ ചെയ്യുന്നതല്ല, ലോകത്തിന്റെ രക്ഷിതാവിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഖബ്ബാബേ, വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെടുകയാണോ? നിങ്ങൾക്ക് ക്ഷമ വേണം. സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക്
യമൻ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ 2 മഹാനഗരങ്ങളായിരുന്നു സൻആയും ഹദറമൗത്തും. സൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരു പെണ്ണ് തന്റെ ആട്ടിൻപറ്റങ്ങളുമായി, തന്റെ ഭർത്താവ് കൂടെയില്ലാതെ, തന്റെ സഹോദരൻ കൂടെയില്ലാതെ, മുതിർന്ന ആൺമക്കൾ കൂടെയില്ലാതെ, ഒരു പെണ്ണിനെ ആരെയും പേടിക്കാതെ, ഒരാളും അവളെ കണ്ണുവെക്കില്ല, ഒരാളും അവളെ ദ്രോഹിക്കില്ല, ഒരാളും അവളെ ഹറാസ്മെന്റ് ചെയ്യില്ല. അങ്ങനെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ കഴിയുന്ന കാലം വിദൂരമല്ല ഹബ്ബാബ് എന്ന് ഹബീബായ നബി തങ്ങൾ പ്രഖ്യാപിച്ചത് മക്കയിലെ കഷ്ടപ്പാടിന്റെ കാലത്താണ്. അതാണ് ഹബീബിന്റെ പ്രത്യേകത. ഈ